Welcome to Machinery World. നമസ്കാരം മാഡം. മാഡം, ഞാൻ ഒരു യൂട്യൂബ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് സലാഹുദ്ദീൻ എന്നാണ്. മാഡത്തിന് എൻ്റെ യൂട്യൂബ് ചാനൽ മിഷണറി വേൾഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാഡത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ കഴിയുമോ? എൻ്റെ പേര് രേഷ്മ. ഞാൻ കോഴിക്കോട് BNB മെഷീൻസിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. നമ്മൾ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെഷീനറീസുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മളൊരു ചെറിയൊരു സംരംഭം തുടങ്ങുന്നത് മുതൽ വലിയ വലിയ കമ്പനികൾക്ക് വരെ ആവശ്യമായ എല്ലാ ടൈപ്പ് മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മെഷീനറീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2000-ലാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. 25 വർഷത്തോളമായി. ഒരു 5 ലക്ഷത്തിലേറെ കസ്റ്റമേഴ്സ് നമുക്കിന്ന് നിലവിലുണ്ട്. നമ്മൾ ഈ ഒരുവിധം എല്ലാ സർവീസുകളും, ഇതിൻ്റെ സ്പെയേഴ്സ്, സർവീസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. മാഡം, ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ? ഓക്കെ സാർ, ഇവിടെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് 1 by 1 ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ നിലവിലുള്ള ഇപ്പോഴത്തെ ഇന്നത്തെ വിലയും ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ബേസിക്കലി മെഷീൻ്റെ പേര് അത് പറയുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറയാം. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത് ഇങ്ങനെ ഈ രൂപത്തിലേക്ക് ആവുന്നതിന് മുമ്പ് ഇങ്ങനെയാണെന്നാണ് പറയാം. അതിന് നമ്മൾ ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരിക്കലും റോളിന് ഇതിൽ റോൾ ഇതിൽ ലോഡ് ചെയ്യും. പ്രൊഡക്റ്റിന് നമ്മൾ കൺവെർട്ടർ വെച്ച് കൊടുക്കും. ഈ രൂപത്തിലാവുന്നത് ഓൾറെഡി നമ്മൾ മോഡൽസ് മാത്രമേ എല്ലാവർക്കും പരിചയമുള്ളൂ. ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് പരിചയമുള്ളൂ. അതിൽ എന്താ പറയുക, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആവുന്നത് ഇങ്ങനെയുള്ള ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇതിൽ വളരെ ഇതിൽ നമുക്കൊരു 80 പീസ് വരെ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ പാക്കറ്റിലേക്ക് നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് മാനുവലി. അതിനാണ് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഈ മെഷീൻ്റെ ഇന്നത്തെ കോസ്റ്റ് എത്രയാണ് സാർ? ഇവിടെ വെച്ചിരിക്കുന്ന മെഷീൻ വന്നിട്ട് 1.5 ലക്ഷം പ്ലസ് ടാക്സ്. ഓക്കെ. 1 year വാറണ്ടി ഉണ്ടാവില്ല ഈ കാണുന്ന മെഷീൻ? ഇത് ബേസിക്കലി ഒരു ഫില്ലിംഗ് മെഷീനാണ്. നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അതേ പ്രൊഡക്റ്റിനെ നമ്മൾ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള അളവിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോട്ടിലേക്കോ പാക്കറ്റിലേക്കോ ഫില്ല് ചെയ്ത് വരുന്നൊരു മെഷീനാണ്. അത് പ്രൊഡക്ഷൻ കോസ്റ്റ്, മാൻ പവർ കുറയ്ക്കാം. അതാണ് പ്രോഫിറ്റബിൾ കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. ബേസിക്കലി ഇത് നമുക്ക് വളരെ സ്റ്റാർട്ടപ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. അതായത് വളരെ വലിയ താരതമ്യേന കോസ്റ്റ് കുറവാണ്. നിയർലി ഒരു 1 lakh ആ റേഞ്ചിൽ വരുന്ന മെഷീനാണ്. ഫില്ല് ചെയ്യാം, പാക്ക് ചെയ്യാം. അതായത് ചെറിയ പ്രൊഡക്റ്റ് നമുക്ക് ചെയ്യാം. നോർമലി ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ പ്രൈസ് വൈസ് കുറവാണ്. പ്രൊഡക്ഷൻ സ്പീഡും താരതമ്യേന കുറവായിരിക്കും.
നമ്മൾ ന്യൂമാറ്റിക് മെഷീൻ എന്ന് പറയും, ഫില്ലിംഗ് മെഷീൻ തന്നെയാണ്. നമ്മളെ മുകളിലെ ഹോപ്പറിൽ പൗഡറോ ഗ്രാനുവൽ ഫോംസിലുള്ള സാധനങ്ങളിട്ട് കൊടുക്കും. ഗ്രോയിങ് ആയിട്ടുള്ള പൗഡേഴ്സാണ് അത്. പിന്നെ ഗ്രാനുവൽസ് അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി പാക്ക് ചെയ്ത് വരും. മീൻസ് മിനിറ്റിലൊരു 36 പീസ് വരെ പാക്കിൻ്റെ സ്പീഡ് ബാലൻസ്. ബേസിക്കലി എന്താ ഉദ്ദേശം വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടും, മാൻ പവർ കുറയ്ക്കും. ഇതിൻ്റെ ഇന്നത്തെ പ്രൈസ് അത് വന്നിട്ട് 2 ലക്ഷം. നമ്മളൊരു 2 ലാക്ക് മുതൽ 2.5 ലാക്സ് റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. 2 to 2.5 ലാക്സ് അനുസരിച്ച് വ്യത്യാസം. ഇതാണ് ഒരു ഇൻഡക്ഷൻ സീലർ. നോർമലി ബോട്ടിലിൻ്റെ ക്യാപ്സ് ഇതേപോലെ സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതൊരു ഇൻഡക്ഷൻ സീലർ. ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് ഇതാണ്, നമുക്ക് ഇത്തരത്തിലുള്ള ബോട്ടിൽസിനെ സീൽ ചെയ്യാം. അതിനെക്കുറിച്ചോ ഓർഡേഴ്സ് എന്തായാലും അതിനെ സീൽ ചെയ്തിട്ട് ചെയ്യാം. അതിന് ഉപയോഗിക്കുന്ന മെഷീൻ. അതിൻ്റെ കോസ്റ്റ് എത്രയുണ്ട്? കോസ്റ്റ് ഇത് വന്നിട്ട് 7500. 7000 പ്ലസ് ടാക്സ്. ഇത് ഞങ്ങളൊരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ തന്നെ, ഒരു ബേസിക് മെഷീനാണ്. അതിൽ ലിക്വിഡ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. ചെറിയ 50 ml to 100 ml ആ രീതിയിലേക്ക് പാക്കിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു മെക്കാനിക്കൽ രീതിയിലാണ് ഇത് വരുന്നത്. എന്തൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കൂടി ഒന്ന് പറയാം. ലൈക്ക് സിപ്പപ്പ് അല്ലെങ്കിൽ ചെറിയ ജ്യൂസസ് പാക്കറ്റ്, ഇതേപോലത്തെ പാക്കറ്റ്സ്. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഇത് വന്നിട്ട് ഒരു 1.5 ലാക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ലാക്സ്. ഓക്കെ, താങ്ക് യു സാർ.